അപ്പോൾ കാളിമലർക്കാവിൽ ഞാൻ അന്ന് പാടാൻ വന്ന സമയത്ത് ഇവിടെ വന്ന് ശ്രീകോവിലിൽ വന്ന് ദേവിയെ ഞാൻ തൊഴുതിട്ട് ഞാൻ ദേവീനെ കണ്ടില്ല. ദേവിനെ ഞാൻ കാണാനുള്ള ശരിക്കും എൻ്റെ രണ്ട് കണ്ണും നിറഞ്ഞൊഴുകുന്ന ഒരു അനുഭവമാണ് എനിക്ക് ആദ്യം ഉണ്ടായത്. എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു, ചേട്ടനെ തൊട്ടുപ്പുറത്ത് തന്നെ ഇരുത്തി. അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ ഭക്തർ അവിടെ നാമം ചൊല്ലുന്നൊരവസ്ഥയാണ്. അപ്പം അന്നത്തെ നാമജപം എന്ന് പറഞ്ഞാൽ മൈക്കില്ലെങ്കിൽ പോലും നമ്മളിങ്ങോട്ട് ബസ്സിറങ്ങി ഇങ്ങോട്ട് വരുന്ന വഴിയിൽ അവിടെ ഒരു പാലുണ്ട്, അവിടെ എത്തുമ്പോൾ കേൾക്കാം. ഒരു നാമം കഴിഞ്ഞാൽ അടുത്ത നാമം, അങ്ങനെ ദേവിയെ നാമം ചൊല്ലി 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 അത്രയും പവറായിട്ടിരിക്കുള്ളൊരു അവസ്ഥയാണ്. അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഈ നാമം ചൊല്ലി വാവിട്ട് കരയാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കീപ് സൈലൻ്റാണ് ഇവിടെ. മൂന്നാമത്തെ പ്രാവശ്യം വാവിട്ട് ഇങ്ങനെ പാടിക്കരഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ദേവി ഇങ്ങനെ ശ്രീകോവിലിൽ ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന ഒരു അനുഭവമാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ജിതേഷ് കാലടി. എത്ര വർഷമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്? ഇപ്പോൾ ഇവിടെ 15 വർഷമായിട്ട് അമ്മയുടെ നടയിലുണ്ട്. ഞാൻ ചേട്ടനെ ഇവിടെ പാട്ട് പാടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സ്ഥിരമായിട്ട് അമ്മയുടെ ഒരുപാട് ഒന്ന് രണ്ട് നാമങ്ങൾ ആദ്യം ചൊല്ലിത്തരാം. ഉണരുമ്പോഴെല്ലാം കണിയായി മാറേണം കാളി മലർക്കാവിലമ്മേ, എന്നും തുണയായി കൂടെ വേണം, എന്നും തുണയായി കൂടെ വേണം. അതൊന്ന്. അമ്പിളിക്കലശോഭയോടെ എൻ്റെ പൊന്നമ്മ, അമ്പലമിത്തിൽ വാണിടുന്ന ഭദ്രയന്നമ്മ. അത് വേറെ ഒന്ന്. എന്നുമെന്നമ്മയെ കണി കാണണം, എന്നുമെന്നമ്മതൻ തുണയേക്കണം, എന്നുമെന്നമ്മയെ കണി കാണണം, എന്നുമെന്നമ്മതൻ തുണയേക്കണം. അങ്ങനെ ഒരുപാട് നാമങ്ങൾ. ഇത് ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ ട്യൂൺ ചെയ്ത പാട്ടുകളാണ്. അങ്ങനെ ഒട്ടനവധി പാട്ടുകൾ. പാലക്കൽ അമ്മാകാളിയായി, അങ്ങനെ ഒരുപാട് കുറിച്ചിട്ടുള്ള പാട്ടുണ്ടല്ലോ, അമ്മയെ എന്താണ് അങ്ങനൊരു പാട്ടുണ്ടല്ലോ, ആരുമില്ല എനിക്ക് അമ്മ. അത് ഞാൻ എഴുതിയ പാട്ടല്ല, അത് ശിവദാസേട്ടൻ എഴുതിയൊരു പാട്ടാണ്. ആരുമില്ല എനിക്കൻ ആലംബനമമ്മേ, അത് ചേട്ടൻ എഴുതിയ പാട്ട് നാമാണത്. ഈ അമ്പലത്തിൽ വന്നിട്ട് എങ്ങനെയാണ് ഈ അമ്പലം എത്തിപ്പെടുന്നത്? ഞാൻ ഈ അമ്പലത്തിൽ വരുന്നത് ഒരു 15 വർഷം മുൻപ് ശബരിമല അയ്യപ്പ ആ സീസണിൽ വൃശ്ചിക മാസത്തിൽ ഒരു അയ്യപ്പ ഭക്തിഗാനത്തിൻ്റെ റെക്കോർഡിങ് കൊടുങ്ങല്ലൂർ തെക്കേനടയിലെ ബോസ് ബാൻഡ് സ്റ്റുഡിയോയിൽ നടക്കുന്ന സമയത്ത് രാത്രി റെക്കോർഡിങ് കഴിഞ്ഞ് 2 മണി 3 മണി ആയപ്പോൾ ചാലക്കുടിയിലുള്ള സംഗീത സംവിധായകനായ ശ്രീ തുമ്പൂർ സുബ്രഹ്മണ്യം, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ കാളിമലർക്കാവ് എന്നുള്ളൊരു ക്ഷേത്രമുണ്ട്, നമുക്ക് അവിടെ നാമജപണം, നമുക്കൊന്ന് അവിടെ പോയാലോ, അവിടെ പോയി ഒന്ന് പാടിയാലോ എന്ന് അങ്ങനെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഒരു 6 പേര് 3 ബൈക്കിലായിട്ട്, എൻ്റെ വീട് ചാലക്കുടിയാണ്, അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ജനസാഗരമാണ്. ഇവിടെ ഓലഷെഡാണ്, ജനസാഗരമാണ്. അപ്പോൾ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് സംഗീതം തന്നെയാണ്. ഇപ്പോൾ ഏകദേശം 15 വയസ്സിൽ ഞാൻ പ്രൊഫഷണലായിട്ട് പാടാൻ ഇറങ്ങിയതാണ്. 2ാം ക്ലാസ് തൊട്ട് പാടി തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പോൾ ഗാനമേളയായാലും ഭക്തിഗാനമേളയായാലും, നമ്മൾ എവിടെയാണോ ആ വേദി, ഇപ്പോൾ ക്ഷേത്രമാണെങ്കിലും പള്ളിയാണെങ്കിലും അവിടെ നമ്മൾ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് സ്റ്റേജിൽ കയറുള്ളൂ. കാരണം സംഗീതം എന്ന് പറഞ്ഞാൽ ദൈവ അനുഗ്രഹമുള്ള ഒരു കലയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ആദ്യം വാങ്ങിയിട്ട് കയറുള്ളൂ. അപ്പോൾ കാളിമലർക്കാവിൽ ഞാൻ അന്ന് പാടാൻ വന്ന സമയത്ത് ഇവിടെ വന്ന് ശ്രീകോവിലിൽ വന്ന് ദേവിയെ ഞാൻ തൊഴുതിട്ട് ഞാൻ ദേവീനെ കണ്ടില്ല. ദേവീനെ ഞാൻ കാണാനുള്ള ശരിക്കും എൻ്റെ രണ്ട് കണ്ണും നിറഞ്ഞൊഴുകുന്ന ഒരു അനുഭവമാണ് എനിക്ക് ആദ്യം ഉണ്ടായത്. അങ്ങനെ ഒന്ന് വലം ചുറ്റി വന്നു, വീണ്ടും വന്ന് ദേവിയെ തൊഴുതു. അപ്പോഴും ദേവീനെ കണ്ടില്ല. അപ്പോൾ ഞാൻ എന്നെ കൊണ്ടുവന്ന അദ്ദേഹത്തിനോട് ചോദിച്ചു, മാഷ് ഞാൻ ദേവീനെ എനിക്ക് കാണാൻ പറ്റിയില്ല, ദേവീനെ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. ആ മാഷ്, നീ മര്യാദയ്ക്ക് സാധാരണ ഒരു തമാശ എന്ന രീതിയിൽ നീ നോക്കാഞ്ഞിട്ടായിരിക്കും എന്ന് പറഞ്ഞു. കാരണം ഇവിടുന്ന് ഞങ്ങൾ 2 മണിക്കൂർ ഇത് കഴിഞ്ഞിരുന്ന് ഞങ്ങൾ പാടി കഴിഞ്ഞിട്ടും, അപ്പോൾ സാധാരണ ഭജൻസാണ് അന്ന് പാടിയത്. പാടി കഴിഞ്ഞതിന് ശേഷവും ഞാൻ
ശ്രീകോവിലിൽ അവിടെ ചെന്നു ദേവിയെ തൊഴുത സമയത്തും അപ്പോഴും ഞാൻ ദേവിനെ കണ്ടിട്ടില്ല. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി ചാലക്കുടി ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി പുല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം എത്തിയ സമയത്ത് എൻ്റെ മനസ്സിലൊരു ഒരു 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 ട്യൂണും ഒരു താളവും ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഞാൻ മാഷോട് പറയുകയും ചെയ്തു, കാരണം ഞാൻ ബൈക്ക് ഓടിക്കുന്ന എൻ്റെ പിറകിലാണ് മാഷിരിക്കുന്നത്. മാഷ് ഒരു ട്യൂൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ മാഷ് പറഞ്ഞു നീ ഇത് നോക്ക് എന്ന് പറഞ്ഞു. നേരെ വീട്ടിൽ ചെന്നു. ആദ്യമായിട്ട് നമ്മൾ എങ്ങനെയത് എന്താ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. കുറച്ച് വെള്ളം എടുത്ത് തളിച്ചു. അപ്പോൾ അതിന് മുമ്പൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതുക എന്നുള്ളൊരു കാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേനയും പേപ്പറൊക്കെ എപ്പോഴും ഉണ്ടാവും. ഒരു A4 പേപ്പർ എടുത്തു, കസേരയിലിരുന്ന് 36 വരി ഒറ്റയടിക്കാണ്ടിരുന്ന് എഴുതി. ആ നാമാണ് ആദ്യമായി അമ്മയെ കാണുന്ന നേരത്ത് കണ്ണു നിറഞ്ഞിടുന്നു എന്നുള്ള ഒരു നാമം. 2 വരി ചെല്ലാം. ആദ്യമായി അമ്മയെ കാണുന്ന നേരത്തു കണ്ണു നിറഞ്ഞിടുന്നു, എൻ്റെ കണ്ണു നിറഞ്ഞിടുന്നു. കൈകൂപ്പി നിന്നു വണങ്ങുന്ന നേരത്തു നാമം ജപിച്ചിടുന്നു, ഞാൻ നാമം ജപിച്ചിടുന്നു, അമ്മയുടെ നാമം ജപിച്ചിടുന്നു. ഇങ്ങനെ 36 വരി എഴുതി. അപ്പം അന്ന് ഞാൻ ജോലി ചെയ്യുന്നത് അലുമിനിയം കമ്പനിയിലാണ്. പിറ്റേ ആഴ്ച അപ്പം അടുത്തുള്ള നമ്മുടെ ഒരു സംഗീതാധ്യാപകൻ്റെ വൈഫുണ്ട്. അവരുടെ അടുത്ത് ഞാൻ കൊണ്ടുപോയി തെറ്റുകളൊക്കെ കാണിച്ചു. അപ്പോൾ അവരിത് കണ്ടപ്പോൾ ചോദിച്ചത് ആരെ എഴുതിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ എഴുതിയതാന്ന് പറഞ്ഞു. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ചയിൽ തിങ്കളാഴ്ച ഒരു രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്ന് ഒരു 12 മണി കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്തോ ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ വീടിൻ്റെ അകത്തും മുറ്റത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. പിറ്റേ ദിവസം ചൊവ്വാഴ്ച പുലർന്നു. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. കമ്പനിയിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ കമ്പനിയിൽ അത്രയും തിരക്കുള്ള സമയമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാനൊന്ന് പോയില്ല. ഈ എഴുതിയ പേപ്പർ മടക്കി A4 പേപ്പർ മടക്കി ഞാൻ പോക്കറ്റിലിട്ട് ബസ്സിന് വന്നു. ഇവിടെ വന്നപ്പോഴും വന്നപ്പോൾ ഉണ്ടായിരുന്ന അത്രയും ജനക്കൂട്ടം തന്നെയാണ്. അങ്ങനെ ഇവിടെ നടപ്പന്തലിൽ. അപ്പോൾ അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓല ഷെഡാണ്. 15 കൊല്ലം മുമ്പുള്ളൊരു കാര്യമാണ് പറയുന്നത്. അവിടെ ഇരുന്നു. ഒരു 8:30 കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇരിക്കുന്ന ആളുകളെല്ലാവരും പിറകിലേക്ക് നോക്കുന്ന സമയത്ത് മേൽമുണ്ടൊക്കെ ധരിച്ച് ഒരാളുകൾ കയറി വരുന്നു. അപ്പോൾ എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇവിടുത്തെ ആരോ ഒരു പ്രധാനിയാണെന്ന് മനസ്സിലായി. അങ്ങനെ ആളെടുത്തെത്തിയപ്പോൾ എല്ലാവരും നമസ്കാരം പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നു. ഇങ്ങനെ തല കുമ്പിട്ട് ചേട്ടാ നമസ്കാരം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എന്നെ ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു എൻ്റെ പേര് ജിതേഷ് കാലടി എന്നാണ്. കഴിഞ്ഞ ആഴ്ച ഇന്ന ആളുടെ കൂടെ പാടാൻ വന്ന ഒരാളാണെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ശരി കേട്ടോ കാണാമെന്ന് പറഞ്ഞ ആൾ മുന്നോട്ട് നടന്നപ്പോൾ ഞാൻ 1 മിനിറ്റ് ചേട്ടാ എന്ന് പറഞ്ഞ് ഈ പോക്കറ്റിലുള്ള പേപ്പർ എടുത്ത് ഇങ്ങനെ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അതിങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് നേരെ അങ്ങനെ എന്നെ ചേർത്ത് പിടിച്ച് നേരെ നടയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അന്നത്തെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു മൈക്ക് മാത്രമേ ഉള്ളൂ, ചേട്ടന് പാടാനുള്ള ആ ഒരു മൈക്ക് മാത്രം. അപ്പോൾ ചേട്ടൻ ആ സമയങ്ങളിൽ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ പാദപൂജ പടിപൂജ എന്നുള്ളൊരു പൂജയുണ്ട്. ചേട്ടൻ അവിടെ ഇരുന്നു. ചേട്ടനവിടെ സോപാനത്തിൻ്റെ അവിടെ ചേട്ടൻ പടിപൂജയ്ക്ക് വേണ്ടി ഇരുന്നു. എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ചേട്ടനെ തൊട്ടുപ്പുറത്ത് തന്നെ ഇരുത്തി. അങ്ങനെ അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ ഭക്തർ അവിടെ നാമം ചൊല്ലുന്നൊരവസ്ഥയാണ്. അപ്പം അന്നത്തെ നാമജപം എന്ന് പറഞ്ഞാൽ മൈക്കില്ലെങ്കിൽ പോലും നമ്മളിങ്ങോട്ട് ബസ്സിറങ്ങി ഇങ്ങോട്ട് വരുന്ന വഴിയിൽ അവിടെ ഒരു പാലുണ്ട്. അവിടെ എത്തുമ്പോൾ കേൾക്കാം ഇവിടെ നാമം ചൊല്ലുന്ന ആ ഒരു അവസ്ഥയും. കാരണം ഒരു നാമം കഴിഞ്ഞാൽ അടുത്ത നാമം, അങ്ങനെ ദേവിയെ നാമം ചൊല്ലി 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 അത്രയും പവറായിട്ടിരിക്കുള്ളൊരു അവസ്ഥയാണെന്ന്. അങ്ങനെ അവരൊരു നാമം കഴിഞ്ഞപ്പോൾ ചേട്ടൻ എനിക്ക് മൈക്ക് എടുത്ത് വെച്ച് തന്നു. നാമം ചൊല്ലാൻ പറഞ്ഞു. ഞാനങ്ങനെ തന്നെ നാമം ചൊല്ലി. ഒരു പ്രാവശ്യം ചൊല്ലി കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു പേരെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പേര് ജിതേഷ് കാലടി എന്നാന്ന് പറഞ്ഞു. അമ്മ പറയുന്നത് കേട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴും ഞാൻ അമ്മേനെ കാണുന്നില്ല കേട്ടോ. കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകണം, ഇരുട്ടാണ് മൊത്തം. ഒരു പ്രാവശ്യം കൂടി അമ്മയ്ക്ക് കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടി ഈ നാമം പാടണം. അപ്പോൾ അതും പാടി കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ എനിക്കറിയില്ല എന്താണ്. അത് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്നൊരു അനുഭവമാണത്. അമ്മയ്ക്ക് കേട്ട് മതിയായിട്ടില്ല, ഇനിയും വേണം ചൊല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം ഞാൻ ഈ നാമം ചൊല്ലി വാവിട്ട് കരയാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കീപ് സൈലൻ്റാണ് ഇവിടെ. 3ാമത്തെ പ്രാവശ്യം വാവിട്ട് ഇങ്ങനെ പാടിക്കരഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ദേവി ഇങ്ങനെ ശ്രീകോവിലിൽ ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന ഒരു അനുഭവമാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ അന്ന് വന്നിട്ട് അമ്മയെ കണ്ടില്ല, ഇപ്പോഴാണ് ഞാൻ അമ്മയെ കാണുന്നത്. അമ്മ ഒരു കാര്യം ആവശ്യപ്പെടാറുണ്ട്, ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മുതൽ ചൊവ്വാഴ്ചകളിൽ ഇവിടെ വന്ന് അമ്മയ്ക്ക് നാമം ചൊല്ലി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാനൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പോലും ഞാൻ മറത്തൊന്നും ആലോചിച്ചില്ല. അപ്പം തന്നെ ഞാൻ അവിടെ വെച്ച് തന്നെ ദേവിക്ക് വാക്ക് കൊടുത്തു.
പിന്നെ തൊട്ടുള്ള ചൊവ്വാഴ്ചകളിൽ ഇവിടെ വരികയും ഇവിടുത്തെ ബുക്ക് നോക്കി, അപ്പോൾ നമുക്ക് ഇവിടുത്തെ നാമങ്ങളൊന്നും ഇവിടുത്തെ അവസ്ഥകളൊന്നും അറിയില്ല. ഇവിടുത്തെ ബുക്ക് നോക്കി നാമങ്ങൾ പഠിച്ച് നാമം ചൊല്ലി പിന്നെ ഓരോ നാമങ്ങളും ഇപ്പോൾ ഉണരുമ്പോഴെല്ലാം അമ്പളിക്കല, പാലക്കലമ്മ കളിയെ, എന്നും എൻ്റെ അമ്മയെ കണി കാണണം, അങ്ങനെ എന്ന് തുടങ്ങുന്ന ഒരുപാട് നാമങ്ങൾ. എത്ര നാമങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ അത് ഈ ജന്മത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ മഹാഭാഗ്യം. ഇപ്പോൾ ഇന്ന് നടക്കുന്ന ദേവിയുടെ ഈ പുനഃപ്രതിഷ്ഠ ഒരു വ്യാഴോട്ടക്കാലം കഴിഞ്ഞ് ഇപ്പോഴും ഞാൻ അമ്മയുടെ അടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഒരു തവണ ദേവി കാവുതീണ്ടലിന് തുള്ളി വന്ന് ദേവി തന്ന ഒരു സ്ഥാനം, ദേവിയുടെ ആസ്ഥാന ഗായകൻ എന്നുള്ളൊരു സ്ഥാനം ദേവി നേരിട്ട് തരികയുണ്ടായിരുന്നു. അതിന്നും അനുവർത്തിച്ച് പോകുന്നു. ഇന്ന് ഇപ്പോൾ ക്ഷേത്രം സ്റ്റാഫായി, ഇപ്പോൾ വേറെ ജോലിയൊന്നുമില്ല. വെളുപ്പിന് 5:30-6 മണിയോടുകൂടി ഇവിടെ വരിക, ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് പോവുക, നാമം ചൊല്ലി തന്നെ ദേവിക്ക് വേണ്ടിയിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് അനുഭവങ്ങൾ. അമ്മ ഒരു 53 വയസ്സിൽ ഓപ്പറേഷൻ ചെയ്ത് മരിച്ച അമ്മയാണ്. കാരണം അമ്മയ്ക്ക് 53 വയസ്സ് വരെ ആയുസുണ്ടായിരുന്നുള്ളൂ. അത് മക്കളാകുന്ന ഞങ്ങളുടെ നിയോഗം അനുസരിച്ച് ദേവി എടുത്ത് ഇപ്പോഴും അമ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അസുഖങ്ങളുണ്ടെങ്കിൽ പോലും അമ്മ ഇപ്പോഴും ഉണ്ട്. എനിക്കും അതുപോലെ തന്നെ ഒരു വയ്യായിക വന്നു, അതും ദേവി എടുത്ത് മാറ്റി തന്നു. അങ്ങനെ അനുഭവങ്ങൾ പറയണമെങ്കിൽ നമ്മളൊക്കെ ഈ ദേവിയുടെ കാരുണ്യം കൊണ്ട് തന്നെ, ദേവി തന്നെ നമ്മളെ പിടിച്ചു നടത്തിയാണ്, നമ്മുടെ മുൻപിലും പിറകിലും അമ്മേനെ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു പൂർവ്വകാല ജന്മ സുഹൃതം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും ഈ നടയിൽ വന്ന് അമ്മയെ പാടി ഉണർത്താനും പാടി ഉറക്കാനും പറ്റുന്നത് തന്നെ മഹാഭാഗ്യം. അതും ഇവിടെ വരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് നാമം ചൊല്ലി കൊടുക്കുക. കാരണം നാമജപം പ്രധാന വഴിപാടായി നടക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രം കാളിമലർക്കാവ് തന്നെയുള്ളൂ. അപ്പം അത് നമ്മുടെ ക്ഷേത്രപാലകനായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത്, ദേവിക്ക് ആയിരങ്ങൾക്ക് വേണ്ടി നാമം ചൊല്ലി കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യം. ഇവിടെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ ഏറ്റവും പ്രധാന ദിവസം ചൊവ്വാഴ്ചയാണ്. രണ്ടാമത്തെ പ്രധാന ദിവസം ഞായറാഴ്ചയാണ്. പിന്നെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് സാധാരണ ദേവീക്ഷേത്രങ്ങളിലേതുപോലെ തന്നെയുള്ള പ്രത്യേകത മാത്രമേ ഇവിടെയുള്ളൂ. ഏറ്റവും പ്രധാനം ചൊവ്വാഴ്ചയാണ് ഏറ്റവും പ്രധാനം. നാമജപം 2 ദിവസങ്ങളിലാണ് നടക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 8 മണി മുതൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് മുമ്പായിട്ട് 5 മണി മുതൽ. ഞായറാഴ്ചകളിലെ പ്രാധാന്യം വരുന്നത് വിവാഹം കഴിഞ്ഞ് കുട്ടികളാകാത്ത സന്താനഭാഗ്യത്തിന് വരുന്നവർക്ക് വേണ്ടിയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും പിന്നെ ചൊവ്വാ ദിവസങ്ങളിൽ വരാൻ സാധിക്കാത്ത ഭക്തർക്ക് വേണ്ടിയാണ് ഞായറാഴ്ച. അപ്പോൾ ഞായറാഴ്ച നമ്മൾ രാവിലെ 8 മണിയാകുമ്പോൾ നാമജപം തുടങ്ങും. ഏകദേശം ഉച്ചപൂജയോടനുബന്ധിച്ച് 11:30 നാമജപം അവസാനിക്കും. അങ്ങനെ 2 ദിവസങ്ങളിലായിട്ടാണ് നാമജപം നടക്കുന്നത്. പിന്നെ വെള്ളി മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഭക്തർ വന്ന് ഇവിടെ ഇരുന്ന് നാമം ചൊല്ലുന്ന ഒരു പതിവുണ്ട്. നമ്മൾ നാമജപമായിട്ട് ചെയ്യുന്നത് ഞായർ ദിവസങ്ങളിലാണ്. ഇവിടെ കുട്ടികൾക്ക് ചോറൂണ് സമയത്ത് അമ്മ ഊട്ടുന്ന നമ്മൾ നാമം ചെയ്യാറ്. അതിപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ ഉണ്ണിമോൻ എന്ന് പറയും, പെൺകുട്ടിയാണെങ്കിൽ ഉണ്ണിമോൾ എന്ന് പറയും. ഉണ്ണിമോനിന്നല്ലോ ചോറൂണ്, പൊന്നുമോൾക്കിന്നല്ലോ ചോറൂണ്, അച്ഛനും അമ്മയ്ക്കും മുത്തായ മുത്തിന് കാളി മഹേശ്വരി ചോറു നൽകും ഇന്ന്, കാളിമലർക്കാവിൽ ചോറു നൽകും ഇന്ന്, കാളിമലർക്കാവിൽ ചോറു നൽകും ഇന്ന്, കാളിമലർക്കാവിൽ ചോറു നൽകും. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി അമൃതം മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.